നിങ്ങളെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ട 3 ആൾക്കാരുണ്ട്. നിങ്ങൾ ഇനി ചിലപ്പോൾ എന്നെ വിളിച്ചില്ലാന്നവർക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ട 3 ആൾക്കാരുണ്ട്. ഞാൻ 4 ആൾക്കാരെന്നാ പറയാം, കാരണം അവർ പറഞ്ഞു. ഒന്നാമത്തെ ആൾ നമ്മളെ പിതാവാണ്. ആരാണ്? പിതാവ്. നമ്മളൊന്ന് കൊടുത്തു നോക്കി. 1%. നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ട് അതിന്റെ 1% നമ്മളെ വാപ്പക്ക് അല്ലെങ്കിൽ അച്ഛനെന്ന് 1%. കുറെ ഒന്നും ഞാൻ പറഞ്ഞു. ആ സാധു ഇങ്ങനെ കാട്ടി ജീവിക്കേണ്ട ആളല്ല. മോനെ ഒരു 10,000 ഉറുപ്പ്യയോ മോനെ ഒരു 5,000 ഉറുപ്പ്യ തരുമെന്ന് ഒരു യാചകനെ പോലെ നമ്മുടെ പിതാവിനെ ആക്കല്ലേ. ഒരു യാചകനെ പോലെ. ഞാൻ എത്ര സങ്കടത്തോട് കൂടി പറയുന്നത്, എന്റെ പിതാവ് മരിച്ചെടുത്ത ഇന്നത്തെ ദിവസത്തായപ്പോൾ 1 മാസമായിട്ടുള്ളൂ. ഒരു യാചകനെ പോലെ നമ്മുടെ പിതാവിനെ ആക്കല്ലേ. പകരം നമ്മുടെ ബിസിനസ്സിൽ 1% ഒന്ന് കൊടുത്ത് എന്നിട്ട് എല്ലാ മാസവും ഉശിരോടെ കാത്തിരിക്കട്ടെ, എനിക്ക് എന്റെ മകന്റെ ബിസിനസ് എന്ന് വരാനുള്ള സ്റ്റൈപ്പൻഡിൽ അല്ലെങ്കിൽ ഇന്നെ ലാഭമുണ്ടെന്ന്. കാരണം നമ്മളെ ഇത്ര വളർത്തി വലുതാക്കി ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തിച്ചത് നമ്മുടെ പിതാവ്. പിന്നെ ഒരിക്കലും അവർ വേണ്ടാന്നൊക്കെ പറയും. പക്ഷേ കച്ചവടം നിങ്ങൾ തുടങ്ങിയതിന് എക്സ്പാൻഷൻ നടത്തുന്നുവെങ്കിൽ, പുതിയ ഒരു കച്ചവടം നിങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരെ കൊണ്ടാണെന്നറിയോ? മാതാവിനെ കൊണ്ട്. അമ്മ അല്ലെങ്കിൽ ഉമ്മ, നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ആളെ കൊണ്ടേ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. ആ പാവം സ്ത്രീക്ക് 1% ഇട്ട് കൊടുത്തു. ഒരു മാസത്തിൽ 5,000 ഉറുപ്പ്യെങ്കിലും ഉമ്മക്ക് പോട്ടെ. ഉമ്മ ഒരിക്കലും ഇങ്ങനെ കൈയിട്ടുന്ന ആളാവരുത്, ഇങ്ങനെ വാങ്ങിക്കുന്ന ആളാവും. അത് കഴിഞ്ഞാൽ അതാണ് കൂടുതൽ വിവാദമാവുക. എന്നാലും പറയാം, എന്തെന്ന് വെച്ചാൽ നമ്മളെ കണ്ടിട്ട് ഇറങ്ങി വന്ന ഈ പാവം ഭാര്യമാരുണ്ടല്ലോ, അവർക്ക് 1% പാർട്ട്ണർഷിപ്പ്. അവകാശം ചോദിച്ചിട്ട് അധികാരം പറഞ്ഞിട്ട് നിങ്ങൾ വരരുത്. ജസ്റ്റ് ഒരു പേര്. ഈ 3 ആളുകളെ നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു ഞാൻ പറയും, ആകാശത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ഉറപ്പായിട്ടും നോക്കിക്കോ. നമ്മുടെ പിതാവിന്റെ പ്രാർത്ഥനയിലും കണ്ണുനീരിലും ഈ ഷോപ്പ് ഉണ്ടാകുമെന്നും, നമ്മുടെ ഉമ്മയുടെ നിസ്കാരപ്പായുടെ പ്രാർത്ഥനത്തിലും നമ്മുടെ അമ്മയുടെ അമ്പലത്തിലെ പ്രാർത്ഥനകളിലുമൊക്കെ ഈ ഷോപ്പ് ഉണ്ടാകുമെന്നും, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ചായ കാച്ചുമ്പോൾ ചൂടാകുന്ന കൈകളിലെ പ്രാർത്ഥനകളിലൊക്കെയും ആ പാവത്തിന്റെ നിറക്കണ്ണുകൾ ഉണ്ടാകും നമ്മുടെ ബിസിനസിന്റെ വിജയത്തിന് വേണ്ടി. നമ്മൾ ആരും ഇത് ചെയ്യലില്ല. നമ്മൾ ഇവർക്കൊക്കെ പൈസ അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ നീ എന്റെ ഭാഗമാണടി മോളെ എന്ന് നമ്മൾ പറയാറില്ല. അത് നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ. പാവങ്ങളാണ് ഇവര്. ഇതുവരേക്കും അവരോട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, അമ്മയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തതിന് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. അമ്മയിലെ വിറകായി എറിയുന്നത് അല്ലെങ്കിൽ അരയുന്നത് തീർച്ചയായും അവളാണ്. അമ്മയിൽ അരയുന്നത് അവളാണ്. അടുപ്പ് ഊതി ഊതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങൾ അവരെ വിമർശിക്കല്ലേ. അടുപ്പിലെ വിറകായി എറിയുന്നത് അവളാണ്. ഇരുട്ടത്തിൽ വെളിച്ചം തന്നില്ലെന്നോതി നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ. ചിതയിൽ അഗ്നി പോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കത്തിയാളുന്നത് പാവം അവളാണ്. അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവൾക്കുള്ള ലാഭങ്ങളെല്ലാം കണക്കൂട്ടി മക്കൾ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരട്ടെ നിങ്ങളെ പ്രതിഷ്ഠിച്ച് ഇറങ്ങി വന്ന പാവം മനുഷ്യ സ്ത്രീയാണ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് ചെയ്യേണ്ട 97% ലാഭങ്ങൾ എടുത്തോളിൻ. 1% ബാപ്പക്ക്, 1% ഉമ്മക്ക്, 1% ഭാര്യക്ക്. കാരണം ഭാര്യക്കുള്ള അനിയത്തി കൊടുക്കണ്ടാവും, ഏട്ടത്തി കൊടുക്കണ്ടാവും, അവളെ കുടുംബത്തിൽ ഉമ്മ കൊടുക്കണ്ടാവും. അവളെ നല്ല യശസ്സോട് പോയിട്ട് ഇതൊക്കെ കൊടുക്കട്ടെ. ആരുടെ പൈസ ഉണ്ട്? നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും കൈക്കോട്ട് പോലെ എങ്ങനെ മാന്തേണ്ടതേ ആളുകൾ പറയാറുള്ളൂ. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറയാണ്, കുറച്ച് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ആ കൂട്ടത്തിൽ നമ്മുടെ കൂടെ എന്നും നിലനിന്ന നമ്മുടെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ 2-3 ആൾക്കാരുണ്ടാവുക. ആ സ്റ്റാഫുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 1% മാറ്റി വെച്ചോ. അവർ നിങ്ങളുടെ ചങ്കാണ്. 4 പേരുണ്ടോ? ആ 4 പേരുണ്ടെങ്കിൽ 4ാമതായി നിങ്ങൾ കൊടുക്കേണ്ടത് അവർക്കാണ്. കാരണം അവരാണ് നിങ്ങളെ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് സ്റ്റാഫുകളെ നിങ്ങൾ മറക്കല്ലേ. എല്ലാ സാധാരണ സ്റ്റാഫുകൾക്കും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സ്വന്തം ചങ്കായി നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് നിങ്ങൾ കൊടുത്തോ. ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൊടുത്താലും പോകെ ചിലപ്പോൾ 5% ആയിരിക്കും. ആ 5% 50%, 500% ദൈവം തമ്പുരാൻ നമുക്ക് തരും.